സുഹൃത്തുക്കളെ, പിവറ്റ് ടേബിളിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് പിവറ്റ് ടേബിൾ, എങ്ങനെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാമെന്നുള്ളതാണ്. അതായത് ഡെയിലി സെയിൽസ് റിപ്പോർട്ട് നമുക്ക് അതിനെ മന്ത്ലി റിപ്പോർട്ടാക്കിയും ഇയർലി റിപ്പോർട്ടാക്കി വളരെ എളുപ്പത്തിൽ മാറ്റാനുള്ള ടൂൾസുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കത് വീക്ക്ലി റിപ്പോർട്ടാക്കാം, മന്ത്ലി റിപ്പോർട്ടാക്കാം, ഇയർലി റിപ്പോർട്ടാക്കാം. അതേപോലെ നമ്മുടെ സോഴ്സ് ഡാറ്റാബേസിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതെങ്ങനെ പിവറ്റ് ടേബിളിലേക്ക് നമുക്ക് റെഫ്രഷ് ചെയ്യാമെന്ന് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ക്ലാസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. അതുകൊണ്ട് ഒരു പ്രാക്ടീസ് എന്നുള്ള ആൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, എക്സൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിവറ്റ് ടേബിളിൻ്റെ റേഞ്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് റേഞ്ച് സെലക്ഷൻ എളുപ്പമാണ്. ഇത് താരതമ്യേന വലിയൊരു ഡാറ്റാബേസ് ആണ്. ഏകദേശം 845ഓളം റോസ് ഇതിലുണ്ട്. ഇതിനേക്കാളും വലുത് ഡാറ്റാബേസുകൾ നമ്മൾ ഉപയോഗിക്കും, ആയിരക്കണക്കിന് റോസ് ഒക്കെ ഉള്ള ഡാറ്റാബേസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് പിവറ്റ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 10,48,576 റോസ് വരെ നമുക്ക് എക്സലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ ഡാറ്റാബേസ് എന്ന് പറയാം. എങ്കിലും നമുക്ക് പ്രാക്ടീസിന് ആയിരക്കണക്കിനോ അല്ല 10,000കണക്കിനോ ഉള്ള ഡാറ്റ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പിവറ്റ് ടേബിൾ നമുക്ക് അതിലും ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്ത് Ctrl+T പ്രസ് ചെയ്യുന്നു. ഒരു ഡയലോഗ് ബോക്സ് വരും. നമ്മളത് ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഇതൊരു ടേബിളായിട്ട് മാറും. ടേബിളാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും റോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റേഞ്ച് മാറിക്കൊണ്ടിരിക്കും പിവറ്റ് ടേബിളിൽ. അതുകൊണ്ട് നമുക്കത് അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ പിവറ്റ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, ഇൻസേർട്ട് എടുക്കുക, പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ടേബിളിൻ്റെ നെയിം അത് നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ്. ന്യൂ വർക്ക് ഷീറ്റ് ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ടെംപ്ലേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്തിടും. അപ്പോൾ ഇവിടെ വരും, അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉടനെ എക്സൽ നടത്തും. പിന്നെ നമ്മൾ ടോട്ടൽ സെയിൽസ് വലിച്ചിടുമ്പോൾ വീണ്ടും കാൽക്കുലേഷൻ നടത്തണം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ റെഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മെമ്മറിയൊക്കെ കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാം ഡിഫർ ലേ ഔട്ട് അപ്ഡേറ്റ് എന്ന് കാണാം. ഏറ്റവും താഴെ അത് നമ്മൾ ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് വരും. ഇനി നമുക്ക് ഇതിന് നേരെ ഇങ്ങോട്ട് വലിച്ചിടാൻ പറ്റില്ല. വലിച്ചിട്ട് കഴിഞ്ഞാൽ എറർ കാണിക്കും, വലിയൊരു എറർ കാണിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന എന്താണ്, എവിടെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡേറ്റ് റോലാണ് വേണ്ടത്, നമ്മൾ റോയിലേക്ക് ഡ്രാഗ് ചെയ്തു. ഒന്നും സംഭവിച്ചില്ല, കാരണം റിഫ്രഷ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് മെമ്മറി വല്ലാതെ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് പ്രോഡക്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ പ്രോഡക്റ്റിനെ നമ്മൾ കോളത്തിലേക്ക് വലിച്ചിടുന്നു. നമ്മൾ തീരുമാനിക്കുക, അത് എറർ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അത് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. ഇനി ടോട്ടൽ സെയിൽസ് നമുക്കറിയാം. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു സുഖമാണ്. ഇനിയിപ്പോൾ നമുക്ക് റീജിയൻ വൈസ് വേണമെങ്കിൽ, നമുക്ക് ഓരോ റീജിയൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ റീജിയനെ ഫിൽറ്റേഴ്സിലും കൊണ്ടുപോയിടാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഫിൽറ്റേഴ്സിനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അതറിയാം. ഇനി നമ്മൾ ഇപ്പോൾ ഒന്നും ഇവിടെ നമ്മൾ വലിച്ചിടുന്നതിനനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം, അപ്പോൾ തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. ഒരു 10,000കണക്കിന് ഡാറ്റ, റോസ് ഒക്കെ ഉള്ള ഡാറ്റ ആണെങ്കിൽ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ റിഫ്രഷ് ചെയ്യുന്നത് മെമ്മറി കൺസ്യൂം ചെയ്യാനും മറ്റൊക്കെ പ്രയാസം ഉണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒറ്റ പ്രാവശ്യം ഇവിടെ അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡാറ്റ ഇവിടെ വന്നു. അപ്ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഡാറ്റ വന്നു. ഇനി നമുക്ക് ഇതിവിടെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും, ഇപ്പോൾ പിവറ്റ് ടേബിൾ അനലൈസ് ഉള്ളതിൽ പലതും ഡിസേബിൾ ആണ്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ വലിയൊരു മേജർ വർക്ക് നമുക്ക് കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ നമുക്ക് ഡ്രാഗ് ചെയ്ത് തന്നെ ഇടാം, നീക്കൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം എന്താവുന്നു, ഇത് അൺടിക്ക് ചെയ്യുന്നതോടുകൂടി മാത്രമേ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങൾ ഇനേബിൾ ആവുള്ളൂ. നമ്മൾ അൺടിക്ക് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ പിവറ്റ് ടേബിൾ നെയിം ബാക്കിയൊക്കെ ഇനേബിൾ ആയി വന്നു. ഇതാണ് നമുക്ക് വലിയ ഡാറ്റാബേസ് ആകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡേറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഓരോ ദിവസത്തെയും നമ്മളുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഓരോ മാസത്തെയും ടോട്ടൽ റവന്യൂ അറിയണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്കറിയാം പിവറ്റ് ടേബിൾ അനലൈസ് എന്ന ഭാഗം കാണാം. ഇവിടെ ഗ്രൂപ്പ് ഫീൽഡ് എന്ന് കാണാം. ഗ്രൂപ്പ് സെലക്ഷൻ, ഗ്രൂപ്പ് ഫീൽഡ്. നമ്മൾ ഗ്രൂപ്പ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് ഇനേബിൾ ആയിട്ട് വരും. നമ്മൾ ഗ്രൂപ്പ് സെലക്ഷനിൽ വന്നു കഴിഞ്ഞാലും ഇതേ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് അറ്റ് ഡേറ്റ് നമ്മൾ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവും. എൻഡ് ഡേറ്റും ഏകദേശം ഇത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മന്തൊക്കെ വേണമെങ്കിൽ ഇവിടെ ഡേറ്റ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ സൗകര്യത്തിന് എഡിറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്കിപ്പോൾ മന്ത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് മന്ത് വൈസ് ആയിട്ട് വരണം. ഇനി നമ്മളിവിടെ ഓക്കെ ഒന്ന് കൊടുക്കുന്നതോടുകൂടി ഓരോ മാസത്തെയും നമ്മുടെ എക്സ്പെൻഡിച്ചർ കിട്ടും. ഇത് ഗ്രാൻഡ് ടോട്ടൽ ഇവിടെയുണ്ട്. നമുക്ക് അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീജിയൻ വൈസ് കിട്ടണമെങ്കിൽ, സെൻട്രൽ റീജിയൻ്റെ മാത്രം റവന്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ
ജനുവരിയിലുള്ള ഓരോന്നിൻ്റെയും സെയിൽസ് നമുക്കിവിടെ കിട്ടും. ഇവിടെ നോ സെയിൽസ് ആണ്, അതുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ നോ സെയിൽസ് നമുക്ക് എഴുതി വരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമൻറ്റ് വരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡാഷ് വരണം, അങ്ങനെയൊക്കെ എങ്ങനെയാണ് വരുത്തുക എന്നുള്ളത് കഴിഞ്ഞ ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമുക്ക് ജനുവരി ഫെബ്രുവരി കിട്ടി, നമ്മൾ ഓൾ തന്നെ എടുക്കുന്നു, എല്ലാത്തിൻ്റെയും ചിലവുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ജനുവരി ഫെബ്രുവരി ഒക്കെ ഏത് വർഷമാണെന്നൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇയർ കൂടി കാണുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് എന്ന് ഇവിടെയും കാണാം, ഇത് ക്ലിക്ക് ചെയ്താലും അതേ ഡയലോഗ് ബോക്സ് തന്നെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇയറും കൂടി വേണമെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. മന്ത് ഒഴിവാക്കിയിട്ടുള്ള ഇയർ ആണ് വേണ്ടെങ്കിൽ മന്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ ആവും, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ പോകും. മന്ത് നമ്മൾ സെലക്ട് ചെയ്തു. ഇയർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. അപ്പോൾ 2 ഇയറിലുള്ള സെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇയറിൽ ഇത് ഒക്ടോബർ മുതലാണ് തുടങ്ങുന്നത്. ഇനി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇവിടെ ഗ്രൂപ്പ് ഫീൽഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മന്തും കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മന്ത് കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ മന്തും കിട്ടി, ഇയറും കിട്ടി. അപ്പോൾ ഓരോന്നിൻ്റെയും സബ് ടോട്ടൽ ഇവിടെ ഉണ്ട്. സബ് ടോട്ടൽ വേണ്ടെങ്കിൽ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഇതിലെയും ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ഓപ്ഷനിലൊക്കെ നമ്മൾ നടക്കുന്നില്ല. ഫിൽട്ടർ ചെയ്യാം, സോർട്ട് ചെയ്യാം, ഒക്കെ ഇവിടെ നിന്ന് ചെയ്യാം. ഇതും വേണമെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഓരോ സെയിൽസ് പേഴ്സണും നമുക്ക് ഓരോ മാസം എത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് റോയിൽ കൊണ്ടുപോയിട്ടാൽ മതി. ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഓരോ മാസവും ഓരോ സെയിൽസ് പേഴ്സൻ്റെത് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. നമുക്കറിയാം, ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ ഒക്ടോബറിലെ ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. ഇനി അതല്ല, സെയിൽസ് പേഴ്സൺ വൈസ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഈ സെയിൽസ് പേഴ്സൺ നമ്മൾ മന്തിന്റെ മുകളിലോട്ട് മൂവ് ചെയ്താൽ മതി. ഇത് വലിച്ചങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണാം മൂവ് ടു ബിഗിനിങ്, മൂവ് അപ്പ് എന്ന് കാണാം. അവിടെ മൂവ് അപ്പ് ക്ലിക്ക് ചെയ്താൽ ഒന്ന് മാറി. ഇപ്പം അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള സെയിൽസ് പേഴ്സൺ ഓരോ മാസവും ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അയാളുടെ ആ ഇയറിലുള്ള ടോട്ടൽ കിട്ടും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് റോ ഫീൽഡിലേക്കോ മറ്റോ വലിച്ചിട്ടുകൊണ്ട് ചെയ്യാം. ഇത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അൺടിക്ക് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇനി റീജിയൻ വൈസ് സെയിൽസ് ആണ് കിട്ടണമെങ്കിൽ നമുക്ക് റീജിയനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് വേണം, റോയിലേക്കാണ് വേണ്ടതെങ്കിൽ റീജിയൻ വൈസിൽ നമുക്ക് മൂവ് ചെയ്യാം. ഇതിനെ വലിച്ച് ഇവിടെ നേരെ കൊണ്ടുപോയിട്ടാൽ മതി. അപ്പോൾ ഒക്ടോബറിൽ റീജിയൻ വൈസ് ആയിട്ടുള്ള, അപ്പോൾ നേരത്തെ ഫിൽട്ടർ അത് പോയി, ഓരോ റീജിയനിലെയും സെയിൽസിന്റെ ടോട്ടൽ കിട്ടും, ലാപ്ടോപ്പിലുള്ള ടോട്ടൽ കിട്ടും, അതേപോലെ ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. ഓരോ ഇയറിലുള്ളത് നമുക്ക് കിട്ടും. നമുക്കിത് മിനിമൈസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിനിമൈസ് ആയിട്ട് വരും. ഇതിന്റെ മാത്രമായിട്ട് നമുക്ക് ഒറ്റയടിക്കുള്ള വ്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് ഈ രീതിയിലും വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. നമുക്ക് ഇയർ വൈസ് അല്ലാതെ ഓരോ ആഴ്ചയിലും എത്ര സെയിൽസ് നടന്നെന്ന് അറിയണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് ഫീൽഡ് എടുത്ത് നമ്മളിവിടെ മന്തും ഇയേഴ്സ് ഒക്കെ ഒഴിവാക്കി ഡേയ്സ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമുക്ക് എത്ര ദിവസമാണ് വേണ്ടതെന്ന് കൊടുക്കാൻ പറ്റും. 7 ഡേയ്സിന്റെ എക്സാമ്പിൾ മാത്രം നമ്മൾ കാണിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് എത്ര ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാലും ആ ഡേയ്സിനനുസരിച്ച് ഉള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 1 to 7 ഡേയ്സ് കഴിഞ്ഞു, പിന്നെ 8 മുതൽ 14 വരെ, ഇങ്ങനെ ഓരോ ആഴ്ചയുള്ള സെയിൽസ് റിപ്പോർട്ട് ആക്കിയിട്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിനനുസരിച്ച് നമുക്ക് ഓരോന്നോ റീജിയനും മറ്റൊക്കെ ആഡ് ചെയ്ത് ഓരോ റീജിയനിലുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സൗകര്യാർത്ഥം നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇനി നമ്മളൊന്നുകൂടി നമുക്ക് ഇതിനെ മന്താക്കി നമ്മൾ മാറ്റാണ്, ഗ്രൂപ്പ് ചെയ്ത് സൗകര്യത്തിന് വേണ്ടി. ഓരോ മന്തിൻ്റെയും കിട്ടി. ഇയറും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു ഇയർ കൂടി സെലക്ട് ചെയ്യാം. ഇയർ കൂടി കിട്ടി. ഇനി ഇതിൽ നമ്മളിവിടെ സെയിൽസ് പേഴ്സണെ ഫിൽട്ടർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ സെയിൽസ് പേഴ്സണിന്റെ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അനിലിന്റെ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി അതിൽ മാറ്റം വരുത്താം. നമ്മൾ ഗായത്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗായത്രീൻ്റെ റിപ്പോർട്ട് മാത്രമായിട്ട് മാറും. അങ്ങനെ ഓരോരുത്തർക്കും ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് മാറുന്നത് കാണാം, ഓൾ കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോരുത്തരുടെയും റിപ്പോർട്ട് ഇങ്ങനെ എടുത്ത് ഫിൽട്ടർ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അതൊരു ടൈം കൺസ്യൂം ആണല്ലോ. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഓരോ ഷീറ്റിലായിട്ട് നമുക്ക് ഇതിനെ കിട്ടണം എന്ന് വിചാരിക്കും. അപ്പോൾ ഷീറ്റ് 1 എന്നുള്ളതിലാണ് ഇപ്പോൾ ഇതുള്ളത്. ബാക്കി ഓരോരുത്തരുടെ പേരിൽ ഓരോ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു റിപ്പോർട്ട് കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പോൾ സെയിൽസ് പേഴ്സൺ നമ്മളിവിടെ സെലക്ട് ചെയ്തു. പിവറ്റ് ടേബിൾ അനലൈസ് എന്നുള്ള ടാബിലാണ് നമ്മളുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു വരും. ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ് എന്ന് കാണിക്കും. ഇവിടെ സെലക്ട് ചെയ്യാം. അവിടെ സെയിൽസ് പേഴ്സൺ മാത്രമുള്ളതുകൊണ്ട് അതാണ് ഫിൽറ്റർ എന്നുള്ളതുകൊണ്ട് അത് കാണിക്കുന്നു. ഇനി നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ വരുന്ന മാറ്റം നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. പുതിയ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ കൊടുക്കുന്നു. അതോടുകൂടി ഇത് അനിലിന്റെ മാത്രം സെയിൽസ് റിപ്പോർട്ട് ഇവിടെ വന്നു. ഗായത്രിയുടെ സെയിൽസ് റിപ്പോർട്ട് വേറൊരു ഷീറ്റിൽ വന്നു. അടുത്ത ആൾ പ്രിയന്റെ, രമേശ്, സ്നേഹ, ഇങ്ങനെ 5 പേരുടെയും സെയിൽസ് റിപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഷീറ്റ് എടുത്ത്
ഈ ഫിൽട്ടർ എന്നുള്ള ഭാഗം ഇവിടുന്ന് ഒഴിവാക്കി ഇവിടെ റീജിയൻ ആണ്, നമുക്ക് റീജിയൻ വൈസ് ആയിട്ടുള്ള സെയിൽസ് റിപ്പോർട്ടാണ് വേണ്ടതെന്ന് വിചാരിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെയിൽസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഒഴിവാക്കി ഇവിടെ ഫിൽട്ടറിലേക്ക് റീജിയനെ വലിച്ചിടും. റീജിയനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാം. പക്ഷേ നമുക്ക് വ്യത്യസ്ത ഷീറ്റിലായിക്കൊണ്ട് വേണമെങ്കിൽ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ ഫിൽട്ടറിൽ എന്താണോ വെച്ചിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് വീണ്ടും ഷോ റിപ്പോർട്ട് ഫിൽട്ടർ പേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റീജിയൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഇതൊന്ന് നീക്കി കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇതിന്റെ ബാക്കിലായിട്ടാണ് വരിക. നമ്മുടെ പിവറ്റ് ടേബിൾ ഇതാണ്, അതിൽ ഓൾ ആണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അതിന്റെ തൊട്ട് മുന്നിലായി വെസ്റ്റ്, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, സെൻട്രൽ 4 റീജിയൻ ആണ് നമുക്കുള്ളത് നമ്മുടെ ഡാറ്റാബേസിലുള്ളത്. ആ 4 റീജിയന്റെ റിപ്പോർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് റിപ്പോർട്ടിനെ വിവിധ രീതിയിൽ ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഡാറ്റാ സോഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ റോ നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എടുക്ക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടായി ചേർക്കണം. സാധാരണ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഒരു ടേബിൾ ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ ലെസൺ 32 അതിനെക്കുറിച്ച് എക്സൽ ടേബിളിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇത് ടേബിളിന്റെ പുറത്തുള്ള റീജിയൻ ആയി പോകും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആണെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ടാബ് അടിച്ച് പോലെ അവസാനത്തെ സെല്ലിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാബ് അമർക്കുന്നുണ്ട്, ഒരു പുതിയ റോ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഡാറ്റ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 9/2025 വെറും 25 അടിച്ചാൽ തന്നെ അത് വന്നോളും. ഇനി നമ്മൾ അനിൽ എന്ന സെയിൽസ് പേഴ്സന്റെ പേരിൽ സെൻട്രൽ റീജിയനിൽ നമ്മളൊരു ടാബ്ലറ്റിന്റെ പ്രൈസ് ആഡ് ചെയ്യണം. 2 ടാബ്ലറ്റ് ആണ്, അപ്പോൾ 34,000 നമ്മൾ ആഡ് ചെയ്തു. എൻ്റർ അടിക്കുക. അപ്പോൾ പുതിയ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ടേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ റീജിയൻ ഒന്നും ഇനി പിവറ്റ് ടേബിളിൽ ഡാറ്റാ സോഴ്സ് ഒന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല, റേഞ്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കാര്യം കൂടി വന്നു. ഇനി നമ്മൾ ഷീറ്റിൽ പോയി നമുക്കൊന്ന് നോക്കിയാൽ കാണാം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 22/10 തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ അനിലിന്റെ ഒന്ന് നോക്കാം, ഇവിടെ 1/19 ആണുള്ളത്. നിങ്ങൾ ഓർത്ത് വെക്കുക, സെൻട്രലാണ് നമ്മൾ കൊടുത്തത്. സെൻട്രൽ ഇവിടെ ഒന്നുമില്ല, ടേബിളറ്റിന് ഒന്നുമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ സോഴ്സിൽ മാറ്റം വരുത്തിയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടേബിൾ അനലൈസ് പോയി ഇവിടെ റിഫ്രഷ് എന്ന് കാണാം. റിഫ്രഷ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യാൻ റിഫ്രഷ് ഓൾ, അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റയിൽ നിന്ന് നമ്മൾ വേറെ പിവറ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റിഫ്രഷ് ഓൾ കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് റിഫ്രഷ് എന്ന് മാത്രം കൊടുത്താൽ ഇവിടെ വാല്യൂ 22/10 എന്നുള്ള വാല്യൂ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതിലൊരു 34 കൂടി ആഡ് ചെയ്ത് വരും. ഇത് 22/44 ആയിട്ട് മാറും ഈ വാല്യൂ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, 22/44 ആയി. അനിലിൻ്റെ പോയി കഴിഞ്ഞാൽ അവിടെ 49/53 ആയി. സെൻട്രൽ റീജിയനിൽ ഇവിടെ ബ്ലാങ്ക് ആയിരുന്നു നേരത്തെ, ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 34 കൂടി ഇവിടെ വന്നു. അപ്പൊ അത് നമ്മൾക്ക് വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടി വന്നില്ല. അതാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മൾ ഡാറ്റ എപ്പോഴും ടേബിൾ ഫോർമാറ്റിലായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ച് ഒന്നും, നമ്മൾ മറ്റേ റേഞ്ച് ആണ് കൊടുത്തെങ്കിൽ ആ റേഞ്ച് നമ്മൾ മാറ്റം വരുത്തി ഇതിലേക്ക് കൂടി താഴെ കൂടി വലിച്ചിടേണ്ടതായിട്ട് വരും. ടേബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടേബിളിന്റെ പുതിയ റോ അപ്ഡേറ്റ് ചെയ്യുന്നതോട് കൂടി അതിന്റെ റേഞ്ചിലേക്ക് അത് അപ്പൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ റിഫ്രഷ് ചെയ്യാനുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി. പിവറ്റ് ടേബിൾ അനലൈസിലാണ് ഈ റിഫ്രഷ് എന്നുള്ള കാര്യമുള്ളത്. ഏതായാലും പിവറ്റ് ടേബിളിന്റെ ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം, ഗ്രാഫിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏതായാലും പുതിയ കാര്യങ്ങൾ കൂടി വരുന്ന വീഡിയോകളിൽ മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത ആഴ്ചത്തേക്ക് വെയിറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.